ഓക്കെ, ഹലോ എവരിവൺ. അങ്ങനെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സിൻ്റെ അകത്ത് ബ്ലോക്ക് 3യിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ബ്ലോക്ക് 3 എന്താണ് പറയുന്നത്? സിസ്റ്റം അനാലിസിസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് സിസ്റ്റം അനാലിസിസ്, അതിൻ്റെ ഡിസൈൻ എന്താണ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ജാവയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ജാവ പിന്നെ .NET രണ്ടിനെയും കുറിച്ച് അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് നോക്കുക. വിഷ്വൽ ബേസിക്സ് .NET VB.NET എന്താണെന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ 20 മാർക്കിന് 3 എണ്ണം എഴുതണമെന്ന് പറയുമ്പോൾ 6 പോയിൻറ്റ് സംതിങ് എന്നൊരു ഉദ്ദേശത്തിന് എഴുതാനുള്ള കണ്ടൻറ്റ് വേണം. ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ അവിടെ നോക്കി. വിഷ്വൽ ബേസിക്സ് എന്താണെന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്നാണ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീനായിട്ട് മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. വളരെ സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഓൺലി മീൻസ് എന്നാണ് അവർ പറയുന്നത്. നോക്കി, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് എ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തുണ്ട്, ഒരു മീഡിയേറ്റർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാൽക്കുലേറ്റർ, എൻ്റെ കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കിയിട്ട് 1 + 1 = 2 എന്ന് അടിക്കുമ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിന് നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്നതും തിരിച്ച് റിപ്ലൈ തരുന്നത്. നമ്മൾ ഈ ഇൻ്റർഫേസ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്താണ്, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. C ഉണ്ട്, C++ ഉണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള C++ ആണ് അല്ലേ. പിന്നെ പൈത്തൺ കേട്ടിട്ടുണ്ടാവും, ജാവ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു സാധനമാണ് വിഷ്വൽ ബേസിക്സ് .NET. നമ്മുടെ എക്സലിനകത്തൊക്കെ വിഷ്വൽ ബേസിക്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് വിഷ്വൽ ബേസിക്സ് എന്ന് നോക്കാം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചോദിച്ചിട്ടുള്ളതുകൊണ്ടോ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, വി ക്യാൻ സി വാട്ട് ഈസ് വിഷ്വൽ ബേസിക്സ്. വിഷ്വൽ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്ന കുറേ ജനകീയമായിട്ടുള്ള, ഒരുപാട് ജനകീയമായൊരു സാധനമാണ്. സാധാരണക്കാരന് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, വിഷ്വൽ ബേസിക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ജാവയും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ കുറച്ച് മുനക്കേടുണ്ട്. പക്ഷേ ഇതെന്താണ്, ഇത് നമുക്കൊരു ഡേറ്റ കാണും, ഒരു പ്രൊസീജിയർ കാണാം. ഓക്കെ, ഈ ഡേറ്റേനെ ആ പ്രൊസീജിയറിൻ്റെ അകത്തൂടെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക എന്നൊരു പണിയേ നമുക്കുള്ളൂ. മറ്റതിൻ്റെ അകത്ത് അത് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ സിൻറ്റാക്സുകൾ മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വളരെ ഡെപ്തിൽ പഠിക്കാൻ പോകണമെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ചൊരു ബേസ് വേണം. ഇല്ലാത്തവരെ ഓറിയൻറ്റഡായിട്ടാണ് ഞാൻ പറയുന്നത്. ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നതാണ്, പോപ്പുലറാണ്, സിമ്പിളാണ് കമ്പയർഡ് ടു മെനി അതർ തിങ്സ്. ഓക്കെ, ഇത് ഏതിലൊക്കെ വർക്ക് ചെയ്യും, ഈ പറഞ്ഞ ലിനക്സിലായിരുന്നാലും മാക്കിലായിരുന്നാലും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഓക്കേടാ, ഇതിൻ്റെ അകത്ത് സിൻറ്റാക്സ് പോകുന്നത് ഇഫ് ദെൻ യൂസ്ഡ്, ഇഫ് ദെൻ എൽസ്, ആ ഒരു സെറ്റപ്പിലാണ് സിൻറ്റാക്സ് പോകുന്നത്. സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ C++ൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു സാധനം. നിങ്ങളുടെ എന്ത് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സോഴ്സ് നോക്കാൻ പറ്റും, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സിൻറ്റാക്സിൻ്റെ അടുത്ത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇഫ് ദെൻ എൽസ് അല്ലെങ്കിൽ ഇഫ് ദെൻ എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എൻഡ് നമ്മൾ HTTPൻ്റെ ഒക്കെ ചെയ്യാറുണ്ടല്ലേ, അവിടെ എന്തായിരുന്നു സിൻറ്റാക്സ്, അവിടെ ഒരു സിമ്പിൾ സാധനമായിരുന്നു. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു എക്സ്പ്രഷനാണ്. നമുക്ക് ഡേറ്റ വെച്ച് ചെയ്യാനൊക്കെ സിമ്പിളാണ്. കുറേ കൂടെ സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വിഷ്വൽ ബേസിക്സ് നമ്മൾ ഒരുവിധം ഇതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സലിൻ്റെ അകത്തൊക്കെ, എക്സലിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ. ഓക്കെ, എല്ലാത്തിലും ഉണ്ട്, ബട്ട് എക്സലിലാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ബാക്കി പലതും നമുക്ക് മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതിനെക്കുറിച്ച് വെറി ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഡിസംബർ 2022 ഫീച്ചേഴ്സ് ഓഫ് ജാവ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാവയും .NET ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ജാവേൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജാവ എന്ന് പറയുന്നത് യെറ്റ് അനദർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒരുപാട് യൂസേഴ്സ് ഉള്ള, ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ, ഒരുവിധം പഴയ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ എല്ലാം ജാവ ബേസ്ഡ്, ജാവ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ജാവ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ് നമ്മുടെ ഒരുവിധം പഴയ ഫോണുകൾ. ആൻഡ്രോയിഡ് ഫോണുകൾ കംപ്ലീറ്റ്ലി ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫോണുകളെല്ലാം ജാവ സ്ക്രിപ്റ്റ് ബേസ്ഡ്. നമ്മൾ എന്താ പറയുക, കീപാഡ് ഫോണുകളില്ലേ, ഇതെല്ലാം ജാവ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിരുന്നു. ആൻഡ്രോയിഡ് ഫോണുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ സാധനം ഏതിലാണ് ഉണ്ടാക്കുന്നത്, ജാവയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബട്ട്
ഹയർ ലെവലിലൊക്കെ വേറെ വേറെ കാര്യങ്ങളുണ്ട്. അപ്പം ഫൈനൽ പ്രൊഡക്റ്റ് ജാവയുടെ അല്ല ആൻഡ്രോയിഡ് ഫോണുകളുടെ. ബട്ട് സ്റ്റിൽ ജാവ വേണം. എങ്കിൽ പോലും ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ ജാവ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ജാവയുടെ ഫീച്ചേഴ്സ് പറയുന്നു സിമ്പിളാണ്, ഒരുവിധം എല്ലാവർക്കും ഫെമിലിയറാണ്. വേണ്ട സാധനങ്ങളെല്ലാം അതിൻ്റെ തന്നെ കമ്പൈൽഡായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോമാണ്. പോർട്ടബിൾ ആർക്കിടെക്ചർ ന്യൂട്രൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, അതിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ അതിലേക്ക് കൊണ്ടെത്തിക്കണമെന്നല്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് വെച്ച് പെർഫോം പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് ആ ഒബ്ജക്റ്റീവിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. സെക്യൂർ ആണ്, റോബസ്റ്റ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ്, മൾട്ടി ത്രെഡഡ്, ഇൻട്രാക്റ്റീവ്, ഹൈ പെർഫോമൻസ്. ഇതൊക്കെ നമ്മൾ പൊതുവെ എന്തിനെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. അത് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ജാവയെ പറ്റി. ഓക്കെ, അത്ര ഡെപ്തിൽ ജാവ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതൊരു നമ്മുടെ ലിമിറ്റേഷനാണ്. അപ്പോൾ കഴിയുമെങ്കിൽ നോക്കുക. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു സാധനം മനസ്സിലുണ്ടെങ്കിൽ കുറേ നമുക്ക് കൈ നിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കി. റിപ്പീറ്റഡ് അല്ലാതെ കണ്ടൊരു സാധനം എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, ഫീച്ചേഴ്സ് ഓഫ് HTML. ഇത് രണ്ടും ആ ഒരു ഇതിൻ്റെ അകത്തു നിന്നാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിയൽ ലൈഫ് ഡേറ്റ എടുത്ത് ചെയ്യുന്നു. ഓക്കെ, അല്ലാതെ എന്തല്ല നമ്മൾ പറയും പോലെ വെറും മോഡലല്ല അവർ തരുന്നത്. ഒരു റിയൽ ലൈഫ് ഡേറ്റ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ പ്രോഗ്രാം ലാംഗ്വേജുകളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് HTML നമുക്ക് നോക്കാം. HTML ആണ് നേരത്തെ വിഷ്വൽ ബേസിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്കതിന് സിൻടാക്സുകൾ നമുക്ക് വളരെ ഫെമിലിയറാണ്, ഈസിയാണ്. മറ്റേ വിഷ്വൽ ബേസിക്സിൽ എന്ത് പറഞ്ഞു, ഇഫ് ദെൻ എൻഡ്, ആ ഒരു രീതിക്ക് പോകുന്നൊരു പറഞ്ഞു. പക്ഷെ ഇവിടെ എളുപ്പമാണ്. ഹെഡ് ഓപ്പൺ ചെയ്യുന്നു, ഹെഡ് ക്ലോസ് ചെയ്യുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, HTML ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചേക്കാൻ നോക്കാം. നമ്മൾ എന്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കി, ജാവയുടെ ഫീച്ചേഴ്സ് നോക്കി. ജാവയുടെ ഫീച്ചേഴ്സും വിഷ്വൽ ബേസിക്സിൻ്റെ കാര്യമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജാവയെക്കുറിച്ച് ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ പഠിക്കാൻ തന്നെ ഞാൻ പറയുന്നത്. കുറച്ച് കാണാതെ പഠിക്കും, കുറേ ടെർമിനോളജി വരും. ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നു. എനിക്കിപ്പോഴും അവസാന നിമിഷം പഠിക്കുന്ന സാധാരണക്കാരനാണ് എൻ്റെ കണ്ണിൽ. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത്ര ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇവിടെയൊക്കെ ഓവർ ക്വസ്റ്റൻ ആണല്ലോ. ഓക്കെ, ഇനി 3 ഒക്കെ ആയിട്ട് ചോദിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലാക്കുന്ന പറ്റുന്നത് നോക്കാം എന്നുള്ളതാണ്. നമുക്ക് അടുത്തെന്താ നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് HTML നോക്കാം. എല്ലാം കേൾക്കാൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും, ഒന്ന് മനസ്സിലാക്കി എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, HTML കുറിച്ച് പറയുന്നത് നോക്കാം. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ സംസാരിക്കുന്നവർ തമ്മിൽ ഈ ഡോക്യുമെൻറ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് അപ്പുറത്ത് ഓപ്പൺ ആക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഡയറക്റ്റ് പറയുന്നില്ല. ബട്ട് ഈ ഒരു പാരഗ്രാഫ് വായിച്ചാൽ കുറേ സാധനങ്ങൾ കിട്ടും. എന്താണ്, ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് പേജസ് ആൻഡ് മേക്ക് ദം ഫങ്ഷണൽ. ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പഴയ മൈക്രോസോഫ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഉണ്ട്, ഈ ഡയലോഗ് ബോക്സൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ, അതൊക്കെ നമുക്ക് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, HTML കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ സാധനം അവിടെ അണ്ടർസ്റ്റാൻഡബിൾ ആവുന്നത് ഈ മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പേജുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും എന്താ പറയുക, ഹോം എന്നൊരു ബട്ടൺ വെച്ചു എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം ബട്ടണിലേക്ക് ഹോം പേജിലേക്ക് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ HTML ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോട്ട് പാഡിൻ്റെ അകത്തൊക്കെ ചെയ്യാറുണ്ട്. നോട്ട് പാഡിൻ്റെ അകത്താണ് നമ്മളതിൻ്റെ ട്രയൽ നോക്കുന്നത്. അപ്പോൾ HTML എന്തൊക്കെ ഉപയോഗിച്ചാണ് അവർ സിൻടാക്സ് ഉണ്ടാക്കുന്ന ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബേസിക് കമാൻഡുകൾ, സ്ട്രക്ചേർഡ് കമാൻഡുണ്ട്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കമാൻഡുണ്ട്. അതൊക്കെ കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ അതിലേക്കൊന്നും പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞത്. HTML എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നു, ഹെഡ് കൊടുക്കുന്നു, ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്യുന്നു, ബോഡി ടെക്സ്റ്റ് വരുന്നു, HTML ക്ലോസ് ചെയ്തു. അങ്ങനെ ഈ ഒരു സിൻടാക്സ് എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തൊക്കെയോ അറിയാമെന്ന് കാണുന്നൊരു തോന്നൽ വരും. ഒന്ന് വായിച്ച് നോക്കാം. HTML അങ്ങനെ അധികം ചോദിച്ചാൽ കണ്ടിട്ടില്ല. ജാവയും വിഷ്വൽ ബേസിക്സ് .NET പോലെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബ്ലോക്ക് 3 നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളൊരു ചെറിയൊരു ടോപ്പിക്ക് വിട്ടുപോയി, ഞാൻ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം ബ്ലോക്ക് 3. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്ത് പറയുന്നുണ്ട്, ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും പറയുന്നുണ്ട്. ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ ഇൻ്റർനെറ്റ് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഡേറ്റ ഇവിടെയുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു, ഇവിടെയുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനെറ്റ് നേരെ ഓപ്പോസിറ്റാണ്. ഇത് തന്നെയാണ്, കണക്ട് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ എന്തല്ല, ഓപ്പൺ അല്ല.
ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഡേറ്റ കൈമാറുമ്പോൾ അത് വെളിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എക്സ്ട്രാ നെറ്റാണ്. എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റ് തന്നെയാണ്, ഓക്കെ. ബട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അതിലേക്ക് അക്സസ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ത് പറയാൻ, നമുക്ക് ഇപ്പോൾ OTP അല്ലെങ്കിൽ നമുക്ക് ലോഗിനുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു ഇൻഫർമേഷനിലേക്ക് നമുക്ക് ലോഗിൻ തരാണ്, ലോഗിൻ ഐഡിയും പാസ്വേഡും തരാണ്. അതെന്താണ്, ഒരു എക്സ്ട്രാ നെറ്റാണ്. അപ്പോൾ അതിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മുടെ ലോഗിനിലേക്ക് നമുക്ക് കയറാൻ പറ്റണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. മനസ്സിലായല്ലേ? ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളൊരു സാധനം അയച്ചു കൊടുക്കുന്നു, ഓക്കെ. അപ്പോൾ ഈ അയച്ചു കൊടുക്കുന്ന സാധനത്തിൻ്റെ ഡെലിവറി നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു. ഇത് അയച്ചു കൊടുത്ത ആൾക്കും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ നമുക്കറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, നമുക്ക് ആ ട്രാക്കിൻ്റെ ഒരു ID കാണാം. ആ ID ഉപയോഗിക്കുന്ന ആർക്കും കാണാം. എന്നാൽ പൊതുവെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ല. മനസ്സിലായല്ലേ? അപ്പോൾ ദേ ആർ പബ്ലിക്കലി അവൈലബിൾ ഇൻ ദി ഇൻ്റർനെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്. പക്ഷേ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ലോഗിൻ വേണം. അല്ലാതെ ആർക്കും കാണാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കത്തില്ല. ഇൻട്രാനെറ്റ് എങ്ങനെയായിരുന്നു, ക്ലോസ്ഡ് ആയിരുന്നു. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ആ നെറ്റ്വർക്കിനകത്തുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഒരു ലോഗിനുള്ള ആർക്കും ചെയ്യാം. പൊതുവേ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ നെറ്റ് ചെയ്യും. ബാങ്കുകളുടെ ബാങ്കിങ്ങിൻ്റെ ഇതുണ്ടല്ലോ, പിന്നെ ലോഗിൻ നമുക്കുണ്ടല്ലോ. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ എന്ത് നടക്കുന്നു എല്ലാ കാര്യങ്ങളും ബാങ്കിന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും. ആ ഒരു സെറ്റപ്പാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 3ൻ്റെ അകത്ത് ഞാൻ ഇത്രയും കാര്യങ്ങളെ കണ്ടുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് പേടിക്കേണ്ട, നമ്മൾ ഓരോ ഹെഡ് എടുത്ത് ഒരിക്കൽ കൂടെ നോക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം അതിൻ്റെ റിവൈൻഡിങ് ആയിട്ട്. എന്നാലും നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും അറിയണമെന്ന് തോന്നിയാൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടേക്കും. ഓക്കെ, താങ്ക് യു ഓൾ.